സർ നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. ആ ആരോഗ്യമന്ത്രി ഒരു വൻ പരാജയമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടും പ്രതിപക്ഷത്തിന് ബോധ്യമാവുന്നില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ 6ാം നിലയിൽ വീണ്ടും പുകയുയർന്നിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് പൊട്ടിത്തെറിയുണ്ടായി. പുക ശ്വസിച്ച് ശ്വാസം കിട്ടാതെ 5 പേരോളമാണ് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇൻറ്റേർണൽ ഷോർട്ടേജ് ആണ് ഇതിന് കാരണമെന്ന് ഇപ്പം ചില റിപ്പോർട്ടുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ കെട്ടിടം നിർമ്മിച്ചിട്ട്. ഏറ്റവും പുതിയ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. എല്ലാ രീതിയിലും, സാങ്കേതിക രീതിയിലും അല്ലെങ്കിൽ IT രീതിയിലൊക്കെ ലോകം തന്നെ വലിയ വികാസം പ്രാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ സാക്ഷര കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. അതായത് അത് എന്നെ ഭരിക്കുന്ന മന്ത്രി ആരാണ്? വീണ ജോർജാണ്. ഒരു വെഴുപ്പ് പാണ്ഡം, ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരു മന്ത്രിയെ, ഒരാളെ പിടിച്ച് മന്ത്രിയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അട്ടേനെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ അട്ടേൻ്റെ സ്വഭാവമല്ല വേറെ എന്തെങ്കിലും കാണിക്കൂ. അതുപോലെയാണ് ഈ മന്ത്രി. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച് നാരായണക്കല്ലെടുത്തതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ വീണ ജോർജ് എന്ന മന്ത്രിക്കാണ്. അവർക്ക് ഈ ആരോഗ്യ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, അവർ വന്ന ശേഷം കേരളത്തിൽ ആരോഗ്യ മേഖല കംപ്ലീറ്റ് കുത്തഴിഞ്ഞതാക്കി. പല പട്ടികൾക്കും പൂച്ചകൾക്കും കിടന്നുറങ്ങാനുള്ള സ്ഥലമായി മാറി. അവിടെ ഡോക്ടർമാരില്ല, വേണ്ടത്ര ടെക്നീഷ്യൻസ് ഇല്ല, കൃത്യമായി മേൽനോട്ടമില്ല. ആർക്കും എന്തും തെമ്മാടിത്തരം കാണിക്കാം, ബലാത്സംഗം ചെയ്യാം. ആ ബലാത്സംഗം ചെയ്യാം. അതേപോലെ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ആ ശസ്ത്രം ചെയ്ത വയറ്റിൽ കിടത്താം. ഇതാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ നശിക്കുന്നതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ഫാമിലി കൊടുത്ത 40 ഏക്കർ സ്ഥലമാണ് ആ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 1957 AR മേനോൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായ സമയത്ത് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്നുള്ള ഉദ്ദേശത്തോടെ ആരോഗ്യ മേഖലയുള്ള പാവപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പം ഉണ്ടാവുന്നത് അവിടെ ബലാത്സംഗം ചെയ്താൽ പ്രതികളെ അവരെന്നെ സംരക്ഷിക്കും. പ്രതികൾ ആരൊക്കെയാണ്? CPM ആൾക്കാരാണെങ്കിൽ എല്ലാം പൂർണ്ണ സംരക്ഷണമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ കയറി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല. ഏത് സമയത്തും ഇത്ര ബലാത്സംഗ വീരന്മാർ അവിടെ ഉണ്ടാവും. പിന്നെ ഉള്ളത് ശസ്ത്രക്രിയ ചെയ്താൽ വയറ്റിൽ ഹർഷീനയുടെ വിഷയം. വയറ്റിൽ എന്താണ് കിടന്നത്? കത്രികയാണ്. അല്ല, അതൊക്കെ കിടന്നപ്പോൾ, അതായത് സാർ ഇപ്പോൾ പറഞ്ഞത് 1-2 വർഷങ്ങൾക്കിടയിൽ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത്. അതിലൊന്നാണ് ഈ ICUവിലെ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളത്. അതും ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലുണ്ടായത്. അപ്പോൾ അന്നേരമൊക്കെ ഈ ഭരണകൂടം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഏറ്റവും വലിയൊരു അപകടകരം എന്ന് പറയുന്നത്. മന്ത്രി വീണ വിജയൻ സ്വീകരിച്ച നിലപാട് വീണ ജോർജ് സ്വീകരിച്ച രണ്ടും കണക്കാണ്. ഒരാൾ പിണറായി വിജയന്റെ കൊള്ളൂത്തുകാരിയാണ്. കൊള്ളൂത്ത് പറഞ്ഞാൽ ഇങ്ങനെ പ്രകൃതിച്ച് പൊക്കി ലോകത്തിലെ ഏറ്റവും വലിയ നായകനായിട്ട് വളർത്തുന്ന ആളാണ് ആര്? വീണ ജോർജ്. നാം മുന്നോട്ട് എന്നുള്ള പരിപാടി കൂടെ അങ്ങനെ പ്രകൃതിച്ചിട്ടാണല്ലോ. ഒരു കഴിവില്ലാത്ത, ഇതിന് മാത്രം കഴിവുള്ള വീണ ജോർജിനെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയത്. ശൈലജ ടീച്ചർ എന്തൊക്കെ പറഞ്ഞാലും എവിടെ ഓടിയെത്തി ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്ന ശേഷം അത് ഒരു അധോലോക മാഫിയ കേന്ദ്രം പോലെയായി. കൊലപാതകമടക്കം നടന്നിട്ടുണ്ട്. ഓവുചാലിൽ അവിടെ ബോഡി ഉണ്ടായിട്ടുണ്ട്. അതേപോലുള്ള ദുരന്തമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിന് കാരണം നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ ഇഷ്ടം പോലെ അവിടുത്തെ യൂണിയൻ നേതാക്കന്മാർ അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശരി, കൊന്നതല്ലേ? 5 പേരാണ് കാഷ്വാലിറ്റിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഏത് വിധത്തിലും തീപിടുത്തമുണ്ടായി, 5 പേര് മരിച്ചു. ഇപ്പം ഇന്ന് വീണ്ടും 6ാം നിലയിൽ ICUവിൽ ഇന്ന് ബാറ്ററിയാണോ എന്താണോ അവിടെ വീണ്ടും തുടങ്ങിയോ, പുകയുണ്ടായോ, തീ കത്തിയോ? അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? ഈ മന്ത്രിയെ പിടിച്ച് രാജിവെപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം പോരാത്തതുകൊണ്ടല്ലേ? ഒരാൾ മരിച്ചിരുന്നെങ്കിൽ അവിടെ CPM ആണെങ്കിൽ അവിടെ എന്തൊക്കെ കലാപമുണ്ടാക്കും? ഇവർക്കെന്താ വായടഞ്ഞു പോയോ? ജനങ്ങളുടെ പ്രതികരണം അത്രയും രൂക്ഷമാണ്. അത് നയിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടാണ് ഈ മന്ത്രി ഇങ്ങനെ തുടരുന്നത്. അവരെ വീട്ടിലെന്താ പരിപാടി? അവരെ വീട്ടിൽ മരുന്ന് കച്ചവടമാണ്.
അവിടെ ഈ എക്യുപ്മെൻറ്റ്സ് ഒരു കൊല്ലക്കാലം മരുന്നും എക്യുപ്മെൻസും എല്ലാം കൂടി ആയിട്ട് 1,00,000 കോടിയുടെ സാധനം മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ കമ്മീഷൻ പങ്കുവയ്ക്കലാണ് അവരും ഭർത്താവും കൂടെ എല്ലാ ശനി ഞായറും. എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഇവരെ വീട്ടിലെത്തും. എന്നിട്ട് എല്ലാ ശനി ഞായറും ഇവർ കച്ചവടം നടത്തുന്നു, പഴയ സാധനങ്ങൾ കൊടുക്കുന്നു. കണ്ടിലെ പേപ്പട്ടി വിഷബാധ കാരണം ആൾക്കാർക്ക് ഇത് പറ്റിയിട്ട് മരിക്കുന്നു. എന്താ കാരണം? പഴയ മോശപ്പെട്ട സാധനങ്ങളാണ് വാങ്ങുന്നത്, എന്നിട്ടോ ഒറിജിനൽ വില കൊടുക്കുന്നു. ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല. ഇത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. പിന്നെ അനധികൃത നിയമനം, 1250 അനധികൃത നിയമനം നടത്തിയതിൻ്റെ സുപ്രധാന തെളിവാണ് ക്രൈം പുറത്തുവിട്ടിട്ടുള്ളത്. കൃത്യമായി വീണ ജോർജും സെക്രട്ടറി സജീവനും പിണറായി വിജയനും കൂടി അറിഞ്ഞുകൊണ്ടാണ് 6 ലക്ഷം രൂപ വീതം ടു 15 ലക്ഷം വരെ ഈ ആരോഗ്യവകുപ്പിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ളതിൻ്റെ തെളിവ് ഞാൻ പുറത്തു വിട്ടിരുന്നു. ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. എനിക്കെതിരെ പരാതി കൊടുത്തു. അവസാനം തെളിവ് അവിടെ എത്തിയപ്പം പരാതി അവിടെ അവസാനിപ്പിച്ചു. കാരണം അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ന് മനസ്സിലാക്കി. അപ്പം ഈ വിധത്തിൽ കുത്തഴിഞ്ഞതാക്കി പണം ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആരോഗ്യ മേഖല. നമുക്കറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നമ്മളെ ജി സുധാകരൻ പറഞ്ഞിരുന്നു, കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ മരുന്നുമില്ല, ഡോക്ടർമാരുമില്ല, ചികിത്സയില്ല. ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി. അങ്ങനെ നശിച്ചുപോയി ആരോഗ്യമേഖല. ഇന്ത്യയിലെ ഏറ്റവും ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കേരളം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ കോവിഡ് സമയത്ത് എന്തൊക്കെയാ പ്രചരണം നടത്തിയത്? ലോകത്തിലെ ഏറ്റവും അധികം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. ന്യൂയോർക്ക് ടൈംസിലടക്കം അതിനെക്കുറിച്ച് വാർത്ത വന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ തന്നെ നമ്പർ 1 സ്ഥാപനമായിട്ടാണ് അറിയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിൻ്റെ ആ ചരിത്രത്തിൽ ഞങ്ങൾക്ക് വിഷമം വരുന്ന ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തെ, ഞങ്ങൾ 10-40 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2000 കോടി രൂപയുടെ വിലയുള്ള സ്ഥലമാണ്. ആ സ്ഥലം കൊടുത്ത ആൾക്കാരാണ് ഞങ്ങൾ, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. അവിടെയാണ് ഇവരെ പോലുള്ള ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വന്ന് ഭരിച്ച് അവിടെ രോഗികൾക്ക് യാതൊരു ശുശ്രൂഷയും ഇല്ല, പരിചരണവും ഇല്ല, ടെക്നീഷ്യന്മാരും ഇല്ല, ഒന്നും നടക്കുന്നില്ല. ബലാത്സംഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഇൻഫർമേഷൻ ടെക്നോളജിയും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക വിദ്യയൊക്കെ ഏറ്റവും അതിൻ്റെ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാധാരണ ജനങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് എത്തുന്നവർക്ക് ഇത്രമാത്രം ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. നിരന്തരം വളരെ ദുരിതകരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ജനങ്ങൾ തന്നെ ഇപ്പം അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സാധാരണപ്പെട്ട ആളുകൾക്കറിയാം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു നാണമില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ട് ആരോഗ്യവകുപ്പ് കൈ കൊടുത്ത ശേഷം ഇപ്പോൾ കുരങ്ങന് പൂമാല കിട്ടിയ പോലെ എങ്ങനെയാണോ അതുപോലെയാണ് പിച്ച് ചീന്തി നശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇവിടെ പണമുണ്ടാക്കാനുള്ള ഒരു വേദി മാത്രമാണ് പിണറായി വിജയനും വീണ ജോർജിനും ഈ ആരോഗ്യ മേഖലയെ കാണുന്നത്. അവിടെ രോഗികൾക്ക് വേണ്ടത്ര ശുശ്രൂഷ കൊടുക്കണമെന്നോ കൃത്യമായിട്ട് നല്ല മരുന്ന് കൊടുക്കണമെന്നോ ഒന്നും ഇവർക്കിതില്ല. ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ വാങ്ങുന്നു, സമയപരിധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് വാക്സിൻ. എത്ര പേര് മരിച്ചു ഇപ്പം. മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി മാത്രമല്ല, കേരളത്തിൽ മൊത്തം തീർച്ചയായിട്ടും തരിപ്പണമായിരിക്കുന്നു. പലവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അതായത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അത്രയും നേരം ക്യൂ നിന്ന് പ്രയാസപ്പെട്ടിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ശരിക്കും അന്വേഷിക്കുന്നത്. അതായത് ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത്, ശൈലജ ടീച്ചറുടെ കാലത്ത് എന്തൊക്കെ പറഞ്ഞാലും അവർ ഓടിയെത്തി ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് നേരിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. ആരെയും കൈകടത്താൻ ശ്രമിക്കാറില്ലായിരുന്നു. പിണറായി വിജയനൊന്നും കൈകടത്താൻ പറ്റില്ലായിരുന്നു. അവർ നേരിട്ടാണ് എല്ലാ കാര്യം കൈകാര്യം ചെയ്തിരുന്നത്. അവർ നിന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ തീർത്തിട്ടേ പോകുള്ളൂമായിരുന്നു. നമുക്ക് അവരോട് ഭയങ്കര ബഹുമാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആരോഗ്യ മേഖലയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന സ്ഥലം ഒരു പ്രശ്നം ഉണ്ടെന്ന് അവിടെ ഓടിയെത്തും. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവർ ഇടയ്ക്ക് പബ്ലിസിറ്റി ഉണ്ടാകാൻ വേണ്ടി കുറച്ച് പത്രക്കാരെയും കൊണ്ടുവരും. കോഴിക്കോട് നിപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ പത്രക്കാരെയും കൊണ്ട് വന്നിട്ട് ഒരു കെട്ടുകഥ ഉണ്ടാക്കി. എന്നിട്ട് പത്രക്കാരെയും കൊണ്ട് വലിയ പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവർ വന്ന ശേഷം
ഈ ആരോഗ്യ മേഖല എന്ന മേഖല എന്താ പറയേണ്ടത്, മീൻ വയ്ക്കുന്ന മാർക്കറ്റിനെക്കാളും ദൂഷിച്ച സ്ഥലമായി മാറി. മീൻ വിൽക്കുന്ന പഴയ നമ്മളെ ഇറച്ചിക്കടയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്നില്ലേ, അതേപോലെ ദുർഗന്ധം വഹിക്കുന്ന സാധനം ഒരു ഏരിയയായി മാറി മെഡിക്കൽ കോളേജുകളും മറ്റുള്ള ഏരിയകളും. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, പല മെഡിക്കൽ കോളേജിന്റെയും അവസ്ഥ സാറിപ്പോൾ പറഞ്ഞ അത് തന്നെയാണ് എന്നുള്ളത് ഒരു മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുള്ള ഓരോ പ്രേക്ഷകനും ഈ അനുഭവം കൃത്യമായിട്ടുണ്ടാവും. അതായത് അതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത്രമാത്രം വൃത്തികെട്ട അവസ്ഥയിൽ തന്നെയാണ്. ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കോടികൾ തട്ടിയെടുത്തു. കെട്ടിടങ്ങൾക്കുള്ളിൽ ഡോക്ടർമാരോ നേഴ്സുമാരോ ടെക്നീഷ്യന്മാരോ എക്യുപ്മെൻറ്റ്സോ ഇല്ല. മേടിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളാണ്. സമയപരിധി കഴിഞ്ഞുള്ള മരുന്നുകൾ വാങ്ങി കത്തിക്കുകയാണ് അവർ. കാരണം എല്ലാം നഷ്ടപ്പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സർവ്വവിധത്തിലും അഴിമതിയാണ് നടക്കുന്നത്, കെടുങ്കാര്യസ്ഥയാണ് നടക്കുന്നത്. ആരും ചോദിക്കാനും പറയാനില്ല. പാവപ്പെട്ട രോഗികൾ ജീവന് വേണ്ടി ഓടുകയാണ്. ഇതാണ് ആരോഗ്യ മേഖലയുടെ സ്ഥിതി. പല പട്ടികളും പൂച്ചകളൊക്കെയാണ് പലയിടത്തും ഉള്ളത്, പല ഹോസ്പിറ്റലും. കാരണം മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കാനുള്ള ഏരിയയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപമാനമാണ് കേരളത്തിലെ. അത് മാത്രമല്ല, ഇവിടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ അഹങ്കാരം അവിടെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് രോഗികളുടെ അടുത്ത് ഇവർ പെരുമാറുന്നത്. കാരണം സൗജന്യ ചികിത്സ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തരത്തിലുള്ള വില മാത്രമേ രോഗി. മുമ്പൊക്കെ ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വേണ്ടാത്ത പറഞ്ഞ ഓൺ ദ സ്പോട്ട് നടപടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ ആള് അല്ലെങ്കിൽ വീണ ജോർജിന്റെ ആള് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാനുള്ള ലൈസൻസാണ്. ആ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ എന്ത് വൃത്തികേടും കാണിച്ചോ ആരും ചോദിക്കാൻ പറയാനില്ല. പക്ഷേ ആ ലൈംഗികമായിട്ട് ആ സ്ത്രീക്ക് ഉപദ്രവം ഉണ്ടായിട്ട് ആ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്. അതിന് അനിത എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ അവർക്ക് വേണ്ടി നിന്നപ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. അതാണ് നടക്കുന്നത്. അതായത് ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ബലാത്സംഗം ചെയ്യാനും പെൺകുട്ടികളെ കയറിപ്പിടിക്കാനുമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ്. അതിന് ഒത്താശ കൊടുക്കുന്നത് ആരാണ്? ആരോഗ്യമന്ത്രിയാണ്. അത്രയും നെറികെട്ട ഒരു വിഴുപ്പ് ഭാണ്ഡത്തെയാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിയായി കൊണ്ടുവച്ചിരിക്കുന്നത്. അതിങ്ങനെ ആ ആരോഗ്യമന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ ദുർഗന്ധം വമിച്ച് ജനങ്ങൾക്ക് അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാക്കി. തീർച്ചയായും അത് തന്നെയാണ്. അതായത് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഈ രീതിയിലാണ് തുടരുന്നതെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിലും വലിയ വലിയ ദുരിതങ്ങളും ദുരിത വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള വൃത്തികെട്ട സംഭവങ്ങളാണ് ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള പ്രതികരണം എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരും സൂപ്രണ്ടുമാരും എന്താണ് പറയുന്നത് അത് തന്നെ അവർ ആവർത്തിക്കുകയാണ്.